ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സൂര്യാംശു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊച്ചി കായലിലൂടെ യാത്ര ആരംഭിച്ചു. സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നിരവധി മാറ്റങ്ങളും മോടി പിടിപ്പിക്കലുകളും നടത്തിയാണ് സൂര്യാംശു വീണ്ടും നീറ്റിലിറങ്ങുന്നത്. കേരളത്തിലെ ആദ്യ സൗരോർജ ആഡംബര ബോട്ടാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ സൂര്യാംശു. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നതിനാലാണ് ബോട്ടിന് സൂര്യാംശു എന്ന പേര് നൽകിയത്. ശീതീകരിച്ച കോൺഫറൻസ് ഹാളും ഭക്ഷണശാലയും പാർട്ടികൾ നടത്താനുള്ള സൗകര്യങ്ങളും സൂര്യാംശുവിനകത്തുണ്ട്. KSINCയുടെ കീഴിലുള്ള ഗവൺമെന്റിന്റെ 6 യാനങ്ങളിലൊന്നാണ് സൂര്യാംശു എന്ന് ഗൈഡും അവതാരകനുമായ അഗസ്റ്റിൻ മൂലമ്പള്ളി പറഞ്ഞു. ഇവിടുന്ന് രാവിലെ 10 മണിക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിക്കടലിൻ്റെ സീമൗത്ത് വരെ പോയിട്ട് പിന്നെ തിരിച്ച് ബാക്ക് വാട്ടർ പെരിയാറിലൂടെ കടമക്കുണ്ട് ഒരു 12:30 മുമ്പ് എത്തും. അവിടെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനാണ്. ബോട്ടിങ്, കയാക്കിങ്, ഫൈബർ ബോട്ട്, ഫൈബർ വഞ്ചികൾ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഊഞ്ഞാല, പിന്നെ ഒരു പാർക്കിൻ്റെ കുട്ടികൾ കളിക്കാനുള്ളൊരു പാർക്കിൻ്റെ ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 മണിക്ക് അവിടെ നിന്ന് തിരിച്ചു പോന്നാൽ 4 മണിക്ക് ഇവിടെ എത്തും. ഇത് സൂര്യൻ്റെ അംശം കൊണ്ട് ഓടുന്നത് ഫുള്ളായിട്ട്. ഇത് സോളാറിൽ പോകുന്ന ഇതാണ്, ജോയ്സ്റ്റിക്കിൽ വെച്ചിട്ട് ഓടുന്ന ഇതാണ്. പൊല്യൂഷനില്ല, ബഹളങ്ങളില്ല, TC ആയിട്ട്. പിന്നെ 86 സീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ. അത് സൺറൈസിൽ AC ആണ്. പിന്നെ അപ്പുറം മൂവി സീമൗത്തൊക്കെ പോകുമ്പോഴേ എല്ലാവരും മുകളിലായിരിക്കുള്ളൂ. അപ്പോൾ ഡോൾഫിനെയും ഒരുപാട് ഐലൻഡുകളൊക്കെ പരിചയപ്പെട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ട്രിപ്പുകളിലൊന്നാണ് സൂര്യാംശുവിൻ്റെ ഈ വെസൽ. ബോട്ടിൽ 2 ഡെക്കുകളിലും ഒരേ സമയം 100 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. കൊച്ചി കായലിന്റെ കാഴ്ചകളും കേരളത്തിന്റെ തനതായ സംസ്കാരങ്ങളും ഇഴകലരുന്ന ചിത്രങ്ങളുമായി അണിഞ്ഞൊരുങ്ങിയാണ് സൂര്യാംശു വീണ്ടും സർവീസ് ആരംഭിച്ചത്. സോളാർ ഹൈബ്രിഡ് മോഡൽ ബോട്ടിന്റെ പുറംവശത്തും ഉൾവശത്തുമായി ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ ചിത്രകാരന്മാരുടെ കരവിരുതിൽ തീർത്ത ചിത്രങ്ങളാണ് സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നത്. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നീണ്ടുപരന്ന കൊച്ചി കായലിന്റെ ഓളപ്പരപ്പിലൂടെ യാത്ര ചെയ്യാൻ സൂര്യാംശുവും തയ്യാറാണ്. ക്യാമറ പേഴ്സൺ ജിഷ്ണു KR-നൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.